ശ്രീ ഗുരു നമഃ. ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക്, പഠന ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും രക്ഷാഗുരുവിൻ്റെ പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ജയരാധമാവ് ചൊല്ലിയിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കും. ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപീ ജനവല്ലഭ, ജയ ഗോപീ ജനവല്ലഭ, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തിരവനചാരി, യമുന തിരവനചാരി, ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ജയ ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ജയ ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം രാം രാം. നിത്യ ഗൗര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ, നിത്യ ഗൗര ഹരി ബോൾ, നിത്യ ഗൗര. നമ്മൾ ശ്ലോകം 171 വരെയായത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല ചാപ്റ്റർ 5 ടെസ്റ്റ് 170. അപ്പൊ 5-ാമത്തെ അധ്യായത്തിൽ 171 ശ്ലോകം എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇനി 172-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 172. ഉത്സവാന്തേ ഗേലെ സിംഹോ കരിയ പ്രസാദ, മോരെ പ്രാദാസാനെ തൻചു ഹൈലേവാദ. വിവർത്തനം. ഉത്സവത്തിന് ശേഷം മീന ചേതൻ രാമദാസ് എല്ലാവർക്കും തന്റെ അനുഗ്രഹങ്ങൾ അർപ്പിച്ച യാത്രകാർ
ആ സമയത്ത് എൻ്റെ സഹോദരനുമായി അദ്ദേഹം ചില വാദങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് മീനകേതന രാമദാസൻ അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിൻ്റെ എന്താണ് മഹാഭക്തനായി. ഇപ്പോൾ ഈ ഓദറായിട്ടുള്ള കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വീട്ടിൽ പൂജ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു യജ്ഞം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഈ മീനകേതന രാമദാസൻ എത്തുകയും അവിടെ രാമദാസ് പ്രഭുവോട് എത്തിയപ്പോൾ അവിടുത്തെ പൂജാരി, അപ്പം അദ്ദേഹത്തിൻ്റെ പേര് എന്താ, ഗുണാർണവ മിശ്ര. അപ്പം അദ്ദേഹം രാമദാസിനെ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ ആദരിക്കുകയോ ചെയ്തില്ല. അപ്പം ഇത് രാമദാസിനെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പം അതാണ് തുടർന്ന ശ്ലോകത്തിൽ പറയുന്നത്. ഉത്സവത്തിന് ശേഷം മീനകേതന രാമദാസൻ എല്ലാവർക്കും തൻ്റെ അനുഗ്രഹങ്ങൾ അർപ്പിച്ച് യാത്രയായി. ആ സമയത്ത് എൻ്റെ സഹോദരനുമായി അദ്ദേഹം ചില വാദങ്ങളിൽ ഏർപ്പെടുകയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സഹോദരനുമായിട്ട് രാമദാസ് ചില വാക്തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ശ്ലോകം 173. ശ്രീ ചൈതന്യ പ്രഭുദേ തൻ ശ്രുതുട വിശ്വാസ നിത്യാനന്ദ പ്രതി തൻ വിശ്വാസ ആഭാസ വർത്തന. എൻ്റെ സഹോദരന് ചൈതന്യ മഹാപ്രഭുവിൽ ദൃഢവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും നിത്യാനന്ദ പ്രഭുവിൽ മങ്ങിയ വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നു. ശ്ലോകം 173. ഇഹ ജാനി രാമദാസ ദുഃഖ ഹൈലമാനെ സവേദ പ്രാതാരെ ആമി കരീന വത്സേന വർത്തന. ഇതറിഞ്ഞ ശ്രീ രാമദാസൻ അസന്തുഷ്ടനായി. ഞാൻ അപ്പോൾ എൻ്റെ സഹോദരനെ ശാസിച്ചു. അപ്പം ഈ പൂജയൊക്കെ കഴിഞ്ഞ് രാമദാസ് പ്രഭു കൃഷ്ണദാസിൻ്റെ സഹോദരനുമായിട്ട് ചില വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. അത് കൃഷ്ണദാസ് ഗോസ്വാമിമാർ അത് അറിയുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനെ ശാസിക്കുകയും ചെയ്തു. ശ്ലോകം ചെയ്തു. ധൂയിപായി ഏകദ സമാന പ്രകാശ നിത്യാനന്ദനമാനെ സോമരഹബേ സർവനാശ വർത്തന. ഈ രണ്ട് സഹോദരന്മാരും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ശരീരം പോലെയാണ്. അവർ അന്യോന്യമായ ആവിഷ്കാരങ്ങളാണ്. നിങ്ങൾ നിത്യാനന്ദങ്ങളിൽ വിശ്വസിക്കാത്ത പക്ഷം അതപ്പതി. അപ്പൊ തുടർന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തൻ്റെ സഹോദരനെ അദ്ദേഹം ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അതായത് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ശരീരമാണെങ്കിൽ എന്താണ് അന്യോന്യ ആസ്വാദനം. നേരത്തെ നമ്മളത് രാധാറാണിയുടെ കാര്യം പറഞ്ഞ ഇവിടെ നമ്മൾ രണ്ട് ശരീരമായിട്ട് തോന്നുമെങ്കിലും ഒരേ ആത്മാവാണ്, ഏകീയാത്മാവ്. രണ്ടുപേരും ഒരാത്മാവ് തന്നെയാണ്. ഒരാളെ നമ്മൾ ആദരിക്കുകയും ഒരാളെ നിന്ദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് സഹോദരനെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശാസിച്ചു. ശ്ലോകം 176. ഏകദേ വിശ്വാസ അനേന കര സമ്മാന അർത്ഥ കുക്കുടിനായ തൊമര പ്രമാണ വർത്തനം. നിങ്ങൾ ഒരുവനിൽ വിശ്വസിക്കുകയും മറ്റൊരുവനെ അനാദരിക്കുകയും ചെയ്യുന്ന പക്ഷം അതൊരു പിടക്കൊഴിയുടെ പകുതി സ്വീകരിക്കുന്ന യുക്തിയാണ്. അപ്പൊ ഇതിന് ഈ കുക്കടി അർത്ഥ കുക്കടി ന്യായം എന്ന് പറയുന്നു. അത് പ്രഭാതത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യായ കർഷകന് പണം ലാഭിക്കാനായിട്ട് അദ്ദേഹം പിടക്കോഴിയെ മുട്ടയിടുന്ന പിൻഭാഗം മാത്രം നിലനിർത്തി, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന തലഭാഗം ഛേദിക്കാമെന്ന് ചിന്തിച്ചു. അപ്പൊ അതാണ് ഇതിന് അർത്ഥ കുക്കടി ന്യായം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ പാവം കർഷകൻ എന്താണ് വിചാരിച്ചത്, അപ്പം കോഴി മുട്ടയിടുന്ന ഭാഗം അത് നിലനിർത്താം, ബാക്കിയുള്ള ഭാഗം ഭക്ഷണം തിന്നുന്നത് അത് ഛേദിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുവനിൽ വിശ്വസിക്കുകയും മറ്റൊരുവനെ അനാദരിക്കുകയും ചെയ്യുന്ന പക്ഷം ഒരു പിടക്കോഴിയുടെ പകുതി സ്വീകരിക്കുന്ന യുക്തിയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെ അനാദരിക്കുകയും
ചൈതന്യ പ്രഭുവിനെ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നത് പറഞ്ഞ് ഇതുകൂട്ടുള്ള ന്യായം പോലെയാണ്. നമ്മളൊരു കോഴിയുടെ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ സർവനാശമാണ് അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയും. 177 കിംബാദോൻഹന മാനീന ഹവേത പാഷണ്ട ഏകേമാനി ആരേന മാനി വേദ പണ്ട. വിവർത്തനം: രണ്ട് സഹോദരന്മാരിൽ ഒരാളെ വിശ്വസിക്കുകയും മറ്റൊരാളെ കുറച്ച് കാണുകയും ചെയ്യുന്ന കപ്പട നാട്യക്കാരനാകുന്നതിൽ നിന്ന് ഇരുവരെയും അവമതിക്കുന്ന നാസ്തികനാകുന്നതായിരിക്കും. അപ്പൊ ഇത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി സഹോദരനോട് പറഞ്ഞു, നീ രണ്ടുപേരെയും ഒരാളെ നീ ആദരിക്കുകയും ഒരാളെ നിന്ദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. രണ്ടുപേരെയും രണ്ടുപേരെയും നിന്ദിക്കുക, അതായത് നാസ്തികനായിരിക്കുക, നമ്മൾ പറഞ്ഞ അസുരനായിട്ടിരിക്കുക, നാസ്തികനായിട്ടിരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്ന് പറയും. ശ്ലോകം 178 കൃതഹയ്യവംശി ഭാഗിച്ചാലേ രാമദാസ തത്കാലേ അമര പ്രാതര ഹൈല സർവനാശ. വർത്തനം: അപ്രകാരം കുപിതനായ രാമദാസ് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ ഉടച്ചു കളഞ്ഞിട്ട് പോവുകയും ആ സമയത്ത് എൻ്റെ സഹോദരന് പതനം സംഭവിക്കുകയും ചെയ്തു. അപ്പൊ നോക്കി അതിന്റെ റിസൾട്ട് ഉടനെ തന്നെ കിട്ടിയെന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. എന്താണ് ഈ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സഹോദരനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട രാമദാസ് പ്രഭു, നിത്യാനന്ദ പ്രഭുവിന്റെ മഹാഭക്തനായിട്ടുള്ള രാമദാസ് പ്രഭു, അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്ന് ഓടക്കുഴല് ഒടിച്ചു കളഞ്ഞിട്ട് പോവുകയും അങ്ങനെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. നിത്യാനന്ദ പ്രഭുവിനെ അനാദരിച്ചത് കണ്ട് അദ്ദേഹത്തിന് വളരെ ദേഷ്യമുണ്ടായി, കോപമുണ്ടായി. അദ്ദേഹം തൻ്റെ കയ്യിരുന്ന ഓടക്കുഴൽ അത് ഒടിച്ചു കളഞ്ഞു പോവുകയും ചെയ്യുന്നു. ഉടൻ തന്നെ എന്ത് സംഭവിച്ചു? കൃഷ്ണദാസ് കവിരാജന് നാശം സംഭവിച്ചു. ശ്ലോകം 179 ഈത്തകഹിലെ തന്റെ സേവക പ്രഭാവ ആര ഏകാഹി തന്നര സ്വഭാവ. നിത്യാനന്ദന്റെ കൃത്യന്മാരുടെ പ്രഭാവത്തെക്കുറിച്ച് ഇപ്രകാരം ഞാൻ വിവരിച്ചു. ഇപ്പോൾ അവിടുത്തെ കാരുണ്യത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠതയെക്കുറിച്ച് ഞാൻ വിവരിക്കാം. ശ്ലോകം 180 ഭാഗ്യ വത്സന മുനീലനായി ഗുണ സേ മാത്രേ പ്രഭു മോരെ ദില ദർശന. വർത്തനം: എന്റെ സഹോദരനെ ശാസിച്ച സദ്ഗുണം മൂലം ആ രാത്രിയിൽ നിത്യാനന്ദ പ്രഭു സ്വപ്നത്തിൽ എനിക്ക് ദർശനം നൽകി. അപ്പൊ ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ കൃഷ്ണദാസ കവിരാജ് മഹാരാജിന്റെ നിത്യാനന്ദ പ്രഭു സ്വപ്നത്തിൽ ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. ശ്ലോകം 181 നിഘാട്ടി നികടെ ജാമടപുര നാമേ ഗ്രാമ തൻഹ സ്വപ്നെ ദേഖദില നിത്യാനന്ദ രാമ. വിവർത്തനം: നെയ്ഹാട്ടിക്ക് സമീപമുള്ള ചാമടപുരം ഗ്രാമത്തിൽ നിത്യാനന്ദ പ്രഭു സ്വപ്നത്തിൽ എനിക്ക് പ്രത്യക്ഷനായി. അപ്പം ഭാവാർത്ഥം: ചമടാപുരത്തേക്കൊരു റെയിൽപാതയുണ്ട്. അവിടെ പോകാനായി കട്ടുവ റെയിൽവേ ലൈനിലുള്ള ഒരു ട്രെയിൻ പിടിച്ച് നേരെ പാലര എന്ന അറിയപ്പെടുന്ന സ്റ്റേഷനിലേക്ക് പോകാം. ആ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ചമടപുരത്ത് പോകാം. അപ്പം ഇത് നമുക്കെല്ലാവർക്കും അറിയാം, നിത്യാനന്ദ പ്രഭു ജനിച്ച് കട്ടുവയിലാണ്. അപ്പം അതിനടുത്തുള്ളൊരു സ്ഥലത്താണ് വെച്ചാണ് നിത്യാനന്ദ പ്രഭു കൃഷ്ണദാസ് കവിരാജയുടെ സ്വപ്നത്തിൽ ദർശനം കിട്ടിയത്. ശ്ലോകം 182 ദണ്ഡവത് ഹയ്യേ ആമേ പണ്ടേനോ പായാതെ നിജ പത്മ പ്രഭു ദീന മോരെ മാതേ. വിവർത്തനം: ഞാൻ അവിടുത്തെ പാദങ്ങളിൽ വീണ് പ്രണമിച്ചു. അവിടുന്ന് ഇപ്പോൾ തൻ്റെ തൃപ്പാദങ്ങൾ എൻ്റെ സ്ഥലത്തിൽ വെച്ചു. അപ്പോൾ അവിടെ വെച്ചു സ്വപ്നത്തിൽ അദ്ദേഹം ഈ ചമട ഗ്രാമത്തിൽ നിത്യാനന്ദ പ്രഭു വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ അദ്ദേഹം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. അങ്ങനെ നിത്യാനന്ദ പ്രഭു സന്തോഷം കൊണ്ട് തൻ്റെ പാദം അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 183 ഉഠ ഉഠ ബലി മോരെ ബലെ ബാര ബാര
ഊട്ടി തന്നാര രൂപാത്തേക്ക് കൈനോ ചമത്കാര പ്രവർത്തനം. എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, അവിടുന്ന് എന്നോട് ആവർത്തിച്ച് പറഞ്ഞു. എഴുന്നേറ്റ് ഞാൻ അവിടുത്തെ സൗന്ദര്യം കണ്ട് അത്യന്തം തപ്തനായി. ഇത് സ്വപ്നത്തില് മഹാപ്രഭു തൻ്റെ പാദം എടുത്ത് ഈ കൃഷ്ണദാസ് കവിരാജന് സ്വാമിയുടെ ശിരസിൽ വെക്കുന്നു. എന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയോട് പറയുന്നത്, നീ എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നിത്യാനന്ദ പ്രഭുവിനെ നോക്കി അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ എന്താണ് അത്ഭുത സ്തബ്ധനായി എന്നാണ് പറയുന്നത്. ശ്ലോകം 184. ശ്യാമചിക്കണ കാന്തി പ്രകണ്ഠ ശരീര സാക്ഷാത് കന്ദർപ്പ ഏച്ചേ മഹാ മല്ലവീര വർത്തനം. മിനു സമാന ശ്യാമവർണ്ണവും നല്ല ഉയരവും ദൃഢവും വീരോചിതമായ കടയും ഒത്ത ശരീരത്തോടു കൂടിയ അവിടുന്ന് കാമദേവനെ പോലെ തോന്നിച്ചു. അപ്പൊ അവിടെ അദ്ദേഹം എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം എഴുന്നേൽക്കുകയും നിത്യാനന്ദ പ്രഭുവിനെ നോക്കുകയും അപ്പൊ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് അദ്ദേഹം അത്ഭുത സത്യനായി. ഇതിനകത്ത് പറയുന്നത് എന്താ? മിനുസമാർന്ന ശ്യാമവർണ്ണൻ, അതുപോലെ തന്നെ നല്ല ഉയരവും ദൃഢവും വീരോചിതമായ കടലയുമൊത്ത ശരീരത്തോടു കൂടി അവിടുന്ന് കാമദേവനെ പോലെ തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം കാമദേവനെ കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. നമുക്കറിയാം ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റി ഗന്ധർവ കോടിക്കണക്കിന് കാമദേവന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ശ്യാമവർണ്ണമായിരുന്നു ഭഗവാന്റെ വർണ്ണം. സോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെയും അതുകൊണ്ട് തന്നെ ഏവരെയും ആകർഷിക്കുന്ന വടിവൊത്ത ശരീരവും അല്ലാതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഉയരം, നല്ല ഉയരം, ദൃഢം, വീരോചിതമായ ഘടനയുള്ള ശരീരത്തോടു കൂടിയ അതാണ് അദ്ദേഹം കണ്ടതെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതില് അതുപോലെ തന്നെ നാരദമുനി ധ്രുവ മഹാരാജനോടും ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ധ്രുവ മഹാരാജ് ഭഗവാനെ കാണാൻ വനത്തിൽ പോകുമ്പോൾ നാരദമുനിയെ കാണുകയും അങ്ങനെ നാരദമുനിയെ ഗുരുവായിട്ട് സ്വീകരിക്കുകയും, ഈ കുട്ടി 5 വയസ്സുള്ള കുട്ടിയാണ്, ഭഗവാനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഭഗവാനെ പറ്റി നാരദമുനി കുട്ടിയോടെല്ലാം പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഇരിക്കും ഭഗവാൻ? ആദ്യം അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? കൗസ്തുഭാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം. അതുപോലെ തന്നെ ചതുർഭുജ, അതായത് ശംഖചക്ര ഗദാപത്മ അവിവ്യക്ത ചതുർഭുജ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനെ എങ്ങനെയാണ്? കൗസ്തുഭാംഗം ഘനശ്യാം, അദ്ദേഹത്തിന്റെ വക്ഷസ്സിൽ കൗസ്തുമണി ഉണ്ടായിരിക്കും. ഘനശ്യാമം, കറുത്ത കാർമേഘത്തിന്റെ വർണ്ണമായിരിക്കും. പുരുഷം വനമാലിന, അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മാലയുണ്ടായിരിക്കും, ഹാരമുണ്ടായിരിക്കും. പുരുഷം വനമാലിനം, വനമാലയുണ്ടായിരിക്കും. ശംഖുചക്ര ഗദാവത്സം, അദ്ദേഹത്തിന് കൈകളിൽ ശംഖുണ്ടാവും, ചക്രം ഉണ്ടാവും, ഗദയുണ്ടായിരിക്കും, പത്മം ഉണ്ടായിരിക്കും. അവിവ്യക്ത ചതുർഭുജം, വളരെ വ്യക്തമായിട്ടുള്ള ഇതാണ് വ്യക്തിയാണ് അദ്ദേഹം. 4 കൈകളുള്ള പുരുഷനാണ്, വ്യക്തിയാണ്. അവിവ്യക്ത ചതുർഭുജം, അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അവിടെ എടുത്തു പറയാണ്. അതാണ് നാരദമുനി അവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യത്യാസം, കാരണം വൈകുണ്ഠ ലോകത്തിലെ എല്ലാവരുടെയും രൂപം ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ചതുർഭുജമാണ്, രൂപമാണ്. അപ്പൊ അതില് ഭഗവാനെ എങ്ങനെ തിരിച്ചറിയുന്നത്? അതാണ് നാരദമുനി ഈ ധ്രുവ മഹാരാജൻ പറഞ്ഞത്. അതിലെ പ്രധാനം വക്ഷസ്സിൽ കൗസ്തുവമണി ഉണ്ടായിരിക്കും, കഴുത്തിൽ വനമാല ഉണ്ടായിരിക്കും, എന്താണ് ശംഖുചക്ര ഗദാപത്മം, ശംഖുചക്രം ഗദാപത്മം അദ്ദേഹത്തിന്റെ കൈകൾ ഉണ്ടായിരിക്കും. അവിവ്യക്ത ചതുർഭുജം, അദ്ദേഹത്തിന് 4 കൈകളുണ്ട്. അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ്. അതുപോലെ
ഇവിടെ ആ, കൃഷ്ണദാസ ഗൗരാജൻ ആ, ആ, കാണുന്നതും ഭഗവാന്റെ ഏകദേശം ഭഗവാന്റെ, കാരണം ഒരു തമിഴിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അവര് ഒന്നത് തന്നെയാണ്. ശ്ലോകം 155. സുബലിത ഹസ്തപദ കമലനയന പട്ടവസ്ത്ര ശിരെ പട്ടവസ്ത്ര പരിധാന. അവിടുത്തെ മനോഹരമായി ആകൃതിയൊത്ത കരചരണങ്ങളും താമര ഇതൾ പോലുള്ള കണ്ണുകളുമായിരുന്നു അവിടുന്ന്. പട്ടുവസ്ത്രമണിഞ്ഞ അവിടുന്ന് പട്ടുകൊണ്ടുള്ള ഒരു തലപ്പാവും ധരിച്ചിരുന്നു പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ താമര ഇതളുകൾ പോലെ കണ്ണുകളായിരുന്നു. അതുപോലെ തന്നെ പട്ടുവസ്ത്രം അണിഞ്ഞിരുന്നു, പട്ടുപോലുള്ള തലപ്പാവും ധരിച്ചിരുന്നു. അതില് നമ്മള് ഭഗവാനെയും നീലോത്പലതല ശ്യാമം, അതിലും നമ്മള് ഭഗവാനെ നാരദമുനി വർണ്ണിക്കുന്നുണ്ട്. നീലോത്പലതല ശ്യാമം. അതുപോലെ തന്നെ ഭഗവാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ രൂപത്തെ പറ്റി പറയുന്നതാണ് അത്. അതില് ധ്രുവ മഹാരാജനോട് പറയുന്നത് രമണി രമണീയാംഗം, അതായത് ഭഗവാന്റെ ഓരോ അംഗങ്ങളും വളരെ യൗവനത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗവാൻ ഇപ്പം നവയൗവനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെ യൗവനാവസ്ഥയിലാണ്. നമ്മുടെയും യൗവനാവസ്ഥയിലാണ് പൂർണ്ണ സൗന്ദര്യമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് യൗവനാവസ്ഥയിലാണ്. ആ യൗവനാവസ്ഥയാണ് കുറെ കാലം നിലനിൽക്കുന്നത്. നമുക്കൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ 6 തരത്തിലുള്ള ചേഞ്ചസ് ആണ്. ജനിക്കുന്നു, വളരുന്നു, കുറെ നാൾ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നു, അതിനുശേഷം നമ്മൾ വിവാഹം കഴിക്കുന്നു, വംശവർദ്ധനവും നടത്തുന്നു, അതിനുശേഷം എന്താണ് നമ്മൾ ക്ഷയിക്കാൻ തുടങ്ങുന്നു, പിന്നെ വയസ്സനാകുന്നു, മരിക്കുന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് അതെല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ എപ്പോഴാണ് തരുണം രമണീയാണ് അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറഞ്ഞത്. ഇത് ഭഗവാൻ കൃഷ്ണനെ പറ്റി നാരദമുനി ധ്രുവ മഹാരാജനോട് പറഞ്ഞത് തരുണം രമണീയ. തരുണം എന്ന് പറഞ്ഞ യൗവനം, ടെൻഡറാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും ടെൻഡറാണ്. എന്താണെന്ന് അവയവനത്തിലാണ്. നമ്മള് ബ്രഹ്മ സംഹിതയിൽ ബ്രഹ്മദേവൻ പറയുന്നു അല്ലേ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാധ ഗോവിന്ദ സർവകാരണക്കാരൻ അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ആദ്യം പുരാണ നവ യൗവനം ച ഏദേശു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദമാദി പുരുഷൻ സമഹം ഭജാം. അപ്പൊ അങ്ങനെയുള്ള ചുതിയില്ലാത്ത, എപ്പോഴും നവയൗവനത്തിലിരിക്കുന്ന, ആദിയും അന്ത്യവും ഒന്നുമില്ല, സാക്ഷാൽ ആ ഇൻഫാലിബിൾ വൺ, അതാണ് അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം. രണ്ടെന്ന്, അത് അദ്വൈതം, രണ്ടെന്നൊന്നില്ലാത്ത അദ്വൈതം, അച്യുതം ച്യുതിയില്ലാത്ത ഇൻഫാലിബിൾ വൺ. ആദ്യം പുരാണം, അതായത് ആദ്യത്തെ പുരുഷൻ. നവയൗവനം ച നിത്യയൗവനം, 125 വർഷം ഭൂമിയിൽ ഇരുന്നിട്ടും അദ്ദേഹം നവയൗവനമായി. അല്ലെ, വയസ്സായിട്ട് നമ്മൾ കണ്ട ഒരു ഫോട്ടോ പോലും നമ്മൾ കണ്ട ഒരു കലണ്ടറിലും ഭഗവാൻ വയസ്സായിട്ടിരിക്കുന്നു, തലമുടി നരച്ചിരിക്കുന്നു ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ പറ്റി നമ്മൾ ഇതിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? ഭഗവാൻ എപ്പോഴും തരുണം രമണീയാന്തം, അദ്ദേഹം എപ്പോഴും നവയൗവനത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ എപ്പോഴും അതിന്റെ പൂർണ്ണ വളർച്ചയിൽ, അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിലായിട്ടുള്ളതാണ്. രമണീയം തരുണം രമണീയാംഗം. അരുണ ഉത്സ ഇക്ഷണ അതരം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞ സൂര്യനെ പോലെയാണ്.
അതുപോലെ ചുണ്ടുകളും സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ. ആശ്രയാണ് സുനാസം സുപ്രഹാരം ചാരി. അദ്ദേഹത്തിന്റെ നീണ്ട മൂക്കുകൾ, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പുരികക്കൊടികൾ. കപോലം ചിരസുന്ദരം, അദ്ദേഹത്തിന്റെ നീണ്ട വിടർന്ന നെറ്റിത്തടങ്ങള് ദേവന്മാരെക്കാൾ സുന്ദരനാണ്. അപ്പൊ അവിടെ നാരദമുനി ഇത് ധ്രുവമാരായന് പറഞ്ഞു. അപ്പൊ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നിത്യാനന്ദപ്രഭുവിന്റെ സൗന്ദര്യത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ കൃഷ്ണന്റെ സൗന്ദര്യത്തെ പറ്റി നാരദമുനി ധ്രുവമാരായൻ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമ്മള് കൃഷ്ണദാസ കവിരാജ് നേരിട്ട് കണ്ട, സ്വപ്നത്തിൽ കണ്ട ആ രൂപത്തിന്റെ സൗന്ദര്യത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അത് വന്നപ്പോൾ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശ്ലോകം 186. സുവർണകുണ്ടലേ കർണ സ്വർണഗതവാല ഭയദിപുരഭജെ കണ്ട പുഷ്പമാല. കാതുകളിൽ സ്വർണ്ണകർണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന അവിടുന്ന് സ്വർണ്ണ തേൾവളകളും കൈവളകളും അണിഞ്ഞു. പാദങ്ങളിൽ ഇലുങ്ങുന്ന നുപുരങ്ങളും കഴുത്തിൽ പുഷ്പമാറ്റവും ധരിച്ചു. അപ്പൊ ഇവിടെയും നോക്കൂ, അദ്ദേഹവും ഭഗവാൻ കൃഷ്ണനെ പോലെ തന്നെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കൈകളിലും കാലുകളിലും ഒക്കെ പാദസരങ്ങളും ഒക്കെ അണിഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. ശ്ലോകം 187. ചന്ദനലേപിത അംഗതിലക സുധാമ മതഗജിനി മദന്തര പയാന. അവിടുത്തെ ചന്ദന ലേപിത ശരീരം തിലകത്താൽ അലങ്കരിച്ചിരിക്കുന്നു. ഒരു മതയാനയുടെ ചലനങ്ങളെ വെല്ലുന്നതായിരുന്നു അവിടുത്തെ ചലനങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തിലകം അണിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നടപ്പ്, ചലനം എന്ന് പറയുന്നത് മതയാനയുടെ പോലെയായിരുന്നു. ശ്ലോകം 188. ഇതിലൊന്നും ഭാവാർത്ഥമില്ല, അതുകൊണ്ടാണ് വിവർത്തനം മാത്രമേ. കൂടിചന്ദ്രജിനി മുഖ ഉജ്ജലവരണ ദടിംബ ബീജ സമാദന്ത തമ്പൂല ചവർണ്ണ. വിവർത്തനം. അവിടുത്തെ മുഖം കോടിക്കണക്കിന് ചന്ദ്രന്മാരെക്കാൾ സുന്ദരനായിരിക്കുന്നു. അവിടുത്തെ ദന്തങ്ങൾ തമ്പൂല ചവർണം മൂലം മാതള നാരകത്തിന്റെ വിത്തുകൾ പോലെയായി. ഇവിടെയും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വർണ്ണനയാണ് പറയുന്നത്. അതായത് മുഖം കോടിക്കണക്കിന് ചന്ദ്രന്മാരെക്കാൾ സുന്ദരമായിരുന്നു. ഇത് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു ഓണം. അപ്പൊ ഓണത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ ബലി മഹാരാജന്റെ അവതാരമാണ്. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ ബ്രാഹ്മണനായിട്ട്, ബ്രാഹ്മണനായിട്ടാണ് അദ്ദേഹം അവതരിച്ച ശേഷം അദ്ദേഹം ഒരു ബ്രാഹ്മണർ നടത്തുന്ന യജ്ഞശാലയിലേക്ക് പോയി. അവിടെ നിന്നും അദ്ദേഹം ബലി മഹാരാജന്റെ യജ്ഞശാലയിലേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയായിരുന്ന ബ്രാഹ്മണൻ അവിടെ വളരെ ദൂരെ നിന്ന് ബലി മഹാരാജന്റെ യജ്ഞശാലയിലേക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർക്ക് അവരെല്ലാം എന്താണ് കണ്ടത്? അതായത് 1000 സൂര്യൻ ഉദിക്കുന്ന പ്രഭയാണ് ആ യജ്ഞശാലയിൽ പരന്നെന്നാണ് അവർ പറയുന്നത്. ചെറിയ നമുക്കറിയാം വാമന അവതാരം എന്ന് പറയും. വാമനൻ വളരെ ബ്രാഹ്മണൻ, കുട്ടിയായിട്ടുള്ള ഓരക്കുടിയൊക്കെ കൂടി വരുന്ന ചെറിയൊരു കുട്ടി ബ്രാഹ്മണൻ. അദ്ദേഹം വളരെ ദൂരെ നിന്ന് യജ്ഞശാലയിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെ 1000 സൂര്യന്മാർ ഉദിച്ച പ്രഭ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിന്റെ ശരീരശോഭ പറ്റിയാണ് വന്നിരിക്കുന്നത്. അവിടെ ശുക്രാചാര്യനും ബലി മഹാരാജനും ഒക്കെ അവർക്ക് അനുഭവപ്പെട്ട പ്രതീതിയാണ് 1000 കോടി സൂര്യൻ ഉദിച്ചു വരുന്നത്. ഈ ചെറിയ ബ്രാഹ്മണൻ കുട്ടി ഓലക്കുടയും ചൂടി യജ്ഞശാലയിലേക്ക് ദൂരേന്ന് വരുന്നപ്പോൾ തന്നെ യജ്ഞശാലയിൽ 100 സൂര്യൻ ഉദിച്ച പ്രഭയുണ്ടായി എന്നാണ് പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും വർണ്ണന നേരത്തെ പറഞ്ഞത് രണ്ടും ഒരേ ശരീരമാണ്. ഏകീയാത്മ ദ്വൈ ശരീരം.
അവിടെ എന്താണ് അന്യോന്യ ആസ്വാദം, ആവിഷ്കാരം. അവരവരുടെ ലീലകൾ കാണിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ശ്ലോകം 189. പ്രേമേമത്ത അംഗദാഹിനെ മേമത ദോല കൃഷ്ണ കൃഷ്ണ ബലിയ ഗംഭീര പോലെ ബയലെ വർത്തനം. ഹർഷോന്മാദത്താൽ നിമഗ്നനായ അവിടുത്തെ തിരുവടികൾ മുന്നോട്ടും പിന്നോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഗംഭീര ശബ്ദത്തിൽ കൃഷ്ണ കൃഷ്ണ എന്നും ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് ഈ അത്യധികം ആനന്ദത്താൽ അദ്ദേഹത്തിന്റെ തിരുവുടൽ മുന്നോട്ടും പിന്നോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഗംഭീര ശബ്ദത്തിൽ കൃഷ്ണ കൃഷ്ണ എന്ന് ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം നടന്നു പോയപ്പോൾ എന്താണ്, ശരീരം നമുക്കറിയാം, ശരീരം നടക്കുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും ഇടന്നോട്ടും ഒക്കെ നമുക്ക് ശരീരം ചലിക്കും. ആ സമയത്തെല്ലാം അദ്ദേഹം എന്താണ്, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം ഉച്ചരിച്ച കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നതെന്നാണ് ഇവിടെ. ശ്ലോകം 180. രംഗായഷ്ടിഹസ്തേ ദോലേന മത്ത സിംഹ ചാരിപാശേ ബേടി ആചേ ശരണേത ഭൃംഗ വർത്തനം. കയ്യിലുണ്ടായിരുന്ന ചുവന്ന വടി ചുരുട്ടിക്കൊണ്ടിരുന്ന അവിടുന്ന് ഒരു ഉന്മത്തനായ സിംഹത്തെ പോലെ തോന്നിച്ചു. അവിടുത്തെ പാദങ്ങൾക്ക് ചുറ്റും മൂളിപ്പറക്കുന്ന വണ്ടുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നടനത്തിന്റെ വർണ്ണനയാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹം കയ്യിലൊരു വടി ചുരുട്ടിക്കൊണ്ട് ആണ് നടന്നിരുന്നത്. അതിന് ചുറ്റും എന്താണ്, വണ്ടുകൾ മൂളി പാടിക്കൊണ്ടിരുന്നതുമാണ് അവർ. ശ്ലോകം 191. പാരിഷദഗണേ ദേഖി സവേശ കൃഷ്ണ കൃഷ്ണ ഹാവി സവേ സപ്രേമ ആവേശ വർത്തനം. ഗോപാലബാലന്മാരുടെ വേഷം ധരിച്ച അവിടുത്തെ ഭക്തന്മാർ പ്രേമഭാവത്തിൽ നിമഗ്നരായി മൂളിപ്പറക്കുന്ന തേൻവണ്ടുകളെ പോലെ കൃഷ്ണ കൃഷ്ണ എന്നൊരുവിച്ചുകൊണ്ട് അവിടുത്തെ അടിമലികളെ വലയം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ വേഷം എന്ന് പറഞ്ഞ ഗോപാലന്മാരുടെയാണ്. ഗോക്കളെ മേയ്ക്കുന്ന, പശുക്കളെ മേയ്ക്കുന്ന നമ്മള് കൃഷ്ണാവതാരത്തിൽ അദ്ദേഹത്തിന്റെ സഖാക്കൾ അവരുടെ അതേ വേഷമാണ് ധരിച്ചിരുന്നത്. അവര് പ്രേമഭാവക്തരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാവേശത്താല് കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം എന്താണ് വണ്ടുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും വലയം ചെയ്തുകൊണ്ടിരുന്നതാണ്. ശ്ലോകം 192. ശിങ്കവാംശിബാജയ കേഹനാചികായ സേവക യോഗായ തമ്പൂല ചാമരധൂലായ വർത്തനം. ചിലർ കൊമ്പുകളും ഓടക്കുഴലുകളുമായി മൂടി, ചിലർ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ചിലർ തമ്പൂലം നൽകുകയും ചിലർ അവിടുന്ന് ചാമരം വീശുകയും ചിലർ അവിടുന്ന് ചാമരം വീശുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ സഹാക്കൾ എന്ന് പറഞ്ഞിട്ട് സഹപാഠികൾ അവരൊക്കെ എന്ത് ചെയ്ത്, ചിലർ ഓടക്കുഴലൂടി അദ്ദേഹത്തിനോടൊപ്പം കൂടി, ചിലര് പാടുകയും നൃത്തവും ചെയ്തു. മറ്റൊരു ചില ആൾക്കാർ ഭഗവാന്റെ തമ്പൂലം അതുപോലെ കുറെ തൻ്റെ സഹപാഠികൾ അദ്ദേഹത്തിന് ചാമരം വീശുകയും ചെയ്തു. 131. നിത്യാനന്ദ സ്വപുരെ ദേഖിയ വൈഭവ ശിവരൂപ ഗുണലീല അലൗകിക സാപ. അപ്രകാരം ഞാൻ നിത്യാനന്ദ സ്വരൂപനിൽ അത്ഭുതമായ ഐശ്വര്യം ദർശിച്ചു. അവിടുത്തെ അത്ഭുത രൂപവും ഗുണങ്ങളും ലീലകളും എല്ലാം അലൗകികമാണ്. അപ്പൊ അങ്ങനെ കൃഷ്ണദാസ് സ്വപ്നത്തിൽ കണ്ട ഭഗവാന്റെ രൂപത്തിന്റെ വർണ്ണനയാണ് നമ്മൾ കേട്ടത്. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം ഭഗവാന്റെ
രൂപസൗന്ദര്യം എന്താണ് ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ധ്രുവചരിതത്തിലും നാരദമുനി കുട്ടിയോട് പറയുന്നുണ്ട്, ധ്രുവ മഹാരാജനോട് എന്താണ് സ്മായമാനം ആഭിധേയ സ്വ അനുരാഗ അവലോകനം. അപ്പൊ അതിനകത്ത് പറയുന്നത്, അതായത് ഭഗവാന്റെ ആ പുഞ്ചിരി തൂക്കിയ മുഖം വേണം നീ കാണുന്നത്. ഭഗവാൻ എപ്പോഴും സുസ്മേരവദനായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഓരോ ഭക്തനെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എപ്പോഴും നമ്മൾ കാത്തു നിൽക്കുകയാണ്. അതാണ് നാരദമുനി പറയുന്നത്. മയമാനം ആവിധേയ സ്വ അനുരാഗ അവലോകനം. അപ്പൊ ഭഗവാന്റെ ആ പുഞ്ചിരി തൂകി നിൽക്കുക, എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ നിൽക്കുന്ന രൂപമാണ് നീ എന്താണ് ആ രൂപത്തെയാണ് നീ ധ്യാനിക്കേണ്ടത്. കാരണം എന്താണ്? ആ സമയത്ത് എന്താണ് ഭഗവാൻ അതിൽ പറയുന്നത്, ഭഗവാന് നീ അങ്ങനെ ആ രൂപത്തിൽ ഭഗവാനെ നീ ആശ്രയിക്കുകയാണെങ്കിൽ എന്താണ് കരുണ ആർണവ സാഗരം. കാരണം ഭഗവാൻ ആശ്രയത്താന കരുണ ആർണവ സാഗരം. ഭഗവാൻ കരുണ സാഗരമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കരുണാസാഗരമായിട്ടുള്ള പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഭഗവാന്റെ പാതാരത്തെ എങ്ങനെ വേണം നീ ആശ്രയിക്കാൻ. കാരണം അന്നേരമാണ് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം നമുക്ക് കിട്ടുന്നതെന്ന് നാരദമുനി ധ്രുവ മഹാരാജന് പറയുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് എന്താണ് കൃഷ്ണദാസ് ഗോസ് മഹാരാജ് ഗോസ്വാമിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ സഹോദരനെ ശാസിക്കുകയും, അതായത് നിത്യാനന്ദ പ്രഭുവിനെ നിന്ദിച്ചതിന് അദ്ദേഹത്തെ ശാസിക്കുകയും മാത്രമല്ല ഭഗവാനെ നീ, അതായത് ഇത് രണ്ടും ഒരു ഭഗവാൻ തന്നെയാണ്, ശരീരത്തിൽ മാത്രമേ വ്യത്യാസമുള്ള രീതിയിൽ ഭഗവാന്റെ മഹിമ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട്, ഭഗവാന്റെ ആ ഗുണഗണങ്ങൾ തൻ്റെ സഹോദരന് വാഴ്ത്തി കൊടുക്കുന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ നിത്യാനന്ദ പ്രഭുവിനെ ദർശിക്കാനുള്ള ഭാഗ്യം ഈ കൃഷ്ണദാസ് ഗോവിരാജൻ സ്വന്തം കഥയാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമുക്ക് അതാണ് നമ്മൾ തുടങ്ങുന്ന എവിടുന്നാണ് രാമദാസ് എന്നുള്ള അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ മഹാഭക്തനെ നിന്ദിക്കുന്നത്. അതാണ് വൈഷ്ണവ നിന്ദയാണ്. വൈഷ്ണവ നിന്ദ ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭഗവാന്റെ മഹിമ വാഴ്ത്തുന്നവർക്ക്, ഗുണഗണങ്ങൾ വാഴ്ത്തുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ കഥയാണിപ്പോൾ നമ്മൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ അതാണ്, തൻ്റെ സഹോദരനെ ശാസിക്കുകയും വൈഷ്ണവ നിന്ദ ചെയ്തതിന് ശാസിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുകയും ചെയ്തതിൻ്റെ അദ്ദേഹത്തിന് എന്ത് പ്രതിഫലമാണ് കിട്ടിയത്? അതായത് അന്ന് രാത്രി തന്നെ ഭഗവാനെ ദർശിക്കാനും ഭഗവാന്റെ ആ സൗന്ദര്യ രൂപം അദ്ദേഹത്തിന് ദർശിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ശ്രീമദ് ഭാഗവത്തില്, അതായത് ശുദ്ധ ഭക്തിയുടെ സേവനം ഹൃദയത്തിൽ വരുത്തുന്ന മാറ്റം എന്ന ചാപ്റ്ററില്ല, അതായത് 2ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില്. അപ്പൊ അതിനകത്തും അതായത് ഭഗവാന്റെ എന്താണ് പാദങ്ങളെ അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വം നമ്മൾ അല്ലെങ്കിൽ എന്താണ് പാതാരബന്ധങ്ങളെ നമ്മൾ അല്ലെങ്കിൽ പാദധൂളി സരസിൽ ചൂടാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത് അതിനെ പറ്റി ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് എന്ന് പറയുന്നത് ജീവൻ ശവ ഭാഗവത അങ്കിരേണു ന ജാതു മർത്യ അഭിലഭ്യതേ യാസ്തു ശ്രീ വിഷ്ണു പാദ മനിജ തുളസ്യ ശ്വസൻ ശവ യസ്തു ന വേദഗന്ധം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പരിശുദ്ധ ഭഗവത് ഭക്തന്റെ പാദധൂളികൾ ശിരസിൽ ഒരിക്കലും ഏറ്റുവാങ്ങാത്ത വ്യക്തി തീർച്ചയായിട്ടും ഒരു ശവശരീരമാണ്.
അതാണ് ഇതിനകത്ത് പറഞ്ഞത്. ജീവൻ ശവ ഭാഗവത അങ്കരേണു എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്റെ ഒരു പരിശുദ്ധ ഭക്തന്റെ പാദധൂളിൽ ശിരസിൽ അഭിഷേകം ചെയ്യാത്ത, അല്ലെ ശിരസിൽ ആ ധൂളി അർപ്പിക്കാത്ത ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവശവം എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ശവശരീരം പോലെയാണ്. അപ്പൊ അടുത്ത് രണ്ടാമത് പറയുന്നത് എന്താണ്? വിഷ്ണുപാദസ്യ തുളസ്യ മനുജ ശ്വസൻ ശവ യസ്തുവേദഗന്ധം. അതുപോലെ തന്നെ ഭഗവാന്റെ പാതാരവൃന്ദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെ ഗന്ധം നുകരാത്ത നാസ, അത് അദ്ദേഹത്തിന്റെ നാസാരന്ധ്രം എന്ന് പറഞ്ഞ നാസികകൾ എന്തുപോലെയാണ്? അങ്ങനെയുള്ളവർ എന്താണ് പറഞ്ഞത്? ശ്വാസച്ഛവും. ആദ്യം പറഞ്ഞത് ജീവച്ഛവും, രണ്ടാമത് പറഞ്ഞ ശ്വാസ. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്റെ പാദധൂളി ശിരസിലെത്തിക്കാത്ത വ്യക്തികളെ എന്താണ് പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ശവശരീരം എന്നാണ്, പ്രേതങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തന്റെ പാദങ്ങളിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച തുളസി ഗന്ധം നുകരാത്ത നാസ എന്ന് പറഞ്ഞ നാസാരന്ധ്രം ഏതുപോലെയാണ്? അത് ശ്വസിക്കുന്നുണ്ടെങ്കിലും എന്താണ്? ശ്വാസശവമാണ്, ശ്വസിക്കുന്ന ശവശരീരം പോലെയാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് മഹത്വരമാണ് എന്താണ് ഭഗവാന്റെ ഭക്തരെയും ഭഗവാനെയും നമ്മൾ സേവിക്കുക എന്ന് പറയുന്നത്. ഭഗവാനെ പോലെ തന്നെ സേവിക്കണം. അതുപോലെ നമുക്ക് കപിലദേവൻ സ്വന്തം അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, അതായത് തീർത്ഥയശസ്സം പുണ്യശ്ലോക യശസ്കരം. അദ്ദേഹം പറയുന്നത് ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തരെയും നമ്മൾ സേവിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇസ്കോണിലെ ഗുരുപൂജ, പ്രഭാത പൂജയൊക്കെ ചെയ്യുന്നത്. എന്തിനാണ്? അവരെല്ലാം ഭഗവാന്റെ പരിശുദ്ധ. പ്രഭാത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് പോവുകയാണ്. നിത്യാനന്ദ സോറി ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സേനാപതിയെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു. സോ അദ്ദേഹം പോയി, അതിന് എക്സാക്ട്ലി അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൂപ്രണ്ടിന്റെ അയച്ചു. അതാണ് സാക്ഷാൽ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു പോയതാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ കൃഷ്ണബോധം പ്രചരിപ്പിക്കുന്നതാണ്. മുക്കിലും മൂല, എവരി ലുക്ക് ആൻഡ് കോർണർ മൈ ഹോളി നെയിം ബി ചാൻഡഡ്. അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ 1969 അമേരിക്കയിൽ പോയി കൃഷ്ണബോധ പ്രസ്ഥാനം അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം 11 തുടർന്നുള്ള 1966 മുതൽ 77 വരെയുള്ള കാലഘട്ടങ്ങളിൽ 11 വർഷം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും, പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും 11 വർഷം ലോകം മൊത്തം സഞ്ചരിച്ച് 108 അമ്പലങ്ങൾ സ്ഥാപിച്ചു. അവിടെയെല്ലാം ഭഗവാന്റെ ദിവ്യനാമം അദ്ദേഹം ചൊല്ലി. അവിടെ എല്ലാം ആ സ്ഥലങ്ങളിലെല്ലാം, അമേരിക്കയിലായാലും ശരി, ലണ്ടനിലായാലും ശരി, അതുപോലെ തന്നെ ആസ്ട്രേലിയയിലായാലും ശരി, ന്യൂസിലൻഡിലായാലും ശരി, പോളണ്ടിലായാലും ശരി, അതുപോലെ തന്നെ റഷ്യയിലായാലും ശരി, സൗത്ത് ആഫ്രിക്കയിലായാലും ശരി, അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം പോയി 108 അമ്പലങ്ങൾ, അത് 2 സ്വർണ്ണ ക്ഷേത്രം അദ്ദേഹം സ്ഥാപിക്കുകയും അവിടെ എല്ലാം ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ ഓരോ മുക്കിൽ, എവരി ലുക്ക് ആൻഡ് കോർണർ മൈ ഹോളി നെയിം ബി ചാൻഡഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ തന്നെ. ആദ്യം അദ്ദേഹം ഫോർ സ്ക്വയർ സിറ്റിയിൽ ഇരുന്നുകൊണ്ട്, അമേരിക്കയിലെ ഫോർ സ്ക്വയർ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു. അതിന്റെ ബൈ പ്രോഡക്ട്സ് എന്തായിരുന്നു നമുക്കറിയാം. ഹിപ്പികളെല്ലാം ഹാപ്പികളായിട്ട് മാറി. അങ്ങനെ ലോകത്തിലെ അമേരിക്കയിലെ ഹിപ്പികളെല്ലാം ഹാപ്പിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജയിച്ച യാത്ര, ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ അതീന്ദ്രിയ സ്പന്ദനം ലോകത്തിലെല്ലാവരും അദ്ദേഹം മാറ്റലി കൊണ്ടു. അങ്ങനെ നമുക്കറിയാം, ഇപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വൈഷ്ണവ പ്രസ്ഥാനമാണ് അന്തർദേശീയ കൃഷ്ണ. അപ്പൊ അതാണ് ഒരു ഭക്തന്റെ
അങ്ങനെയുള്ള ഒരു ഭക്തന്റെ പാദധൂളി നമുക്ക് അമേരിക്കയിൽ നമ്മളിപ്പോൾ കാണുന്നു, നമ്മളൊക്കെ ഇന്ത്യയിൽ വന്ന് പ്രീച്ച് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഹിസ് ഹോളിനെസ് ജയപ്രതാക സ്വാമി മഹാരാജ്. അപ്പൊ അദ്ദേഹം തന്നെ എത്രയോ, അദ്ദേഹത്തിനോട് 50,000 ഡിസൈപ്പിള് ഉണ്ടാ ഇനിഷ്യേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ 70,000 80,000 ആൾക്കാർക്ക് ഇനിഷ്യേഷൻ കൊടുത്തു. അതാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ പാദധൂളി നമ്മൾ ശിരസിൽ കൂടാത്തിടത്തോളം കാലം അല്ല, അതുകൊണ്ട് അഭിഷേകം ചെയ്യാം. അപ്പൊ അത് വേറൊരു ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത്, അതായത് 5-ാമത്തെ സ്കന്ധത്തില് രഘുണ അതായത് ജഡഭരതൻ രഘുണ രാജാവിനെ ഉപദേശിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞ രഘുണ തത് തപസ്യാനിയാതി ന ചേതസ്യ നിർവണ ഗൃഹാത്വ ന ഛന്ദസ്യ നൈവ ജലാഗ്നി സൂര്യ വിനാ മഹത് പാദ സരോ അഭിഷേകം. അതിനകത്ത് പറയുന്നത്, അല്ലയോ രഘുഗുണ മഹാരാജാവ്, ഒരുവൻ മഹാഭക്തന്മാരുടെ പാദധൂളികൾ അനുഗ്രഹിക്കാത്ത പക്ഷം ഭക്തിയുടെ സേവനത്തിൽ പരമപൂർണ അവസ്ഥ അഥവാ ജീവിതത്തിന്റെ പരമഹംസ പ്രക്രിയ സന്യാസം സ്വീകരിക്കൽ, ഗൃഹസ്ഥാശ്രമ കർത്തവ്യങ്ങൾ, വേദമന്ത്രോച്ചാരണം അഥവാ തീക്ഷ്ണമായ സൂര്യതാപത്തിൽ നിന്ന് മരവിപ്പിക്കുന്ന തണുത്ത ജലത്തിൽ നിന്നുള്ള കത്തിജ്വലിക്കുന്ന തപസ് എന്നിവ ഒന്നും തന്നെ സാധ്യമാക്കാൻ കഴിയില്ല. വിന മഹത് പാദ സരോ രസോ അഭിഷേകം. ഒരു മഹാഭക്തന്റെ പാദധൂളികൾ കൊണ്ട് എന്താണ് തൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാത്തതുപോലെ കാലം ഇനി എന്ത് കഠിന തപസ്സുകൾ ചെയ്തു കഴിഞ്ഞാലും സന്യാസത്തിലോ അല്ലെ ഭക്തിയിൽ പരിപൂർണത പ്രാപിക്കാൻ സാധ്യമല്ലെന്നാണ്. അതാണ് ഭക്തന്മാരുടെ മഹത്വം. ഭഗവാന്റെ പരിശുദ്ധ ഭക്തവരെ സേവിക്കുന്നത് വഴി കിട്ടുന്ന ആധ്യാത്മിക നേട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്. മറ്റെല്ലാ തപശ്ചര്യക്കാൾ സർവശ്രേഷ്ഠമായിട്ടുള്ള തപശ്ചര്യയാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ പാദധൂളികൾ അല്ലെങ്കിൽ അവരെ സേവിക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൃഷ്ണദാസ മഹാരാജ് പറഞ്ഞതിന്റെ കാര്യം, അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ഗ്ലോറിഫൈ ചെയ്ത് തൻ്റെ സഹോദരനെ എൻ്റെ മുന്നിൽ ഗ്ലോറിഫൈ ചെയ്തത് വഴിയും അദ്ദേഹത്തെ ശാസിക്കുക ചെയ്തത് വഴി അദ്ദേഹത്തിന് അന്ന് രാത്രി തന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യം ഉണ്ടായി. കാരണം നിത്യാനന്ദ പ്രഭു എന്താണ് ഭഗവാന്റെ എന്താണ് പരിശുദ്ധ ഭക്തനാണ്, അല്ലെങ്കിൽ എന്താണ് സേവകനാണ്. നമുക്കറിയാം അനന്തശേഷൻ അദ്ദേഹം തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. നമുക്ക് ഭക്തി എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ആദ്യ ഗുരുവാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ നിന്ദിക്കുക എന്ന് പറയുന്നത്, അത് നിന്ദിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. തുടർന്ന് 195-ാമത്തെ ശ്ലോകം. ആരെ ആരെ കൃഷ്ണദാസന കരഹഭയ വൃന്ദാവനിയാഹ തന്ന സർവലഭ്യഹായ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണദാസ, ഭയപ്പെടരുത്, വൃന്ദാവനത്തിലേക്ക് പോവുക, അവിടെ നിനക്ക് എല്ലാം നേടാൻ കഴിയും. ഇത് മാത്രമല്ല, അവസാനം നിത്യാനന്ദ പ്രഭു കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് പറയാണ്, നീ വൃന്ദാവനത്തിലേക്ക് പോകുക, നിനക്ക് അവിടെ എല്ലാം നേടാൻ കഴിയും. ശ്ലോകം 196. എത്ര ബേദി പേരില മോരഹദസാനിധീയ അന്തർധ്യാന കൈലേ പ്രഭു നിജ ഗണലാന വർത്തന. ഇങ്ങനെ പറഞ്ഞ വൃന്ദാവന ഭാഗത്ത് കൈ ചൂണ്ടി എനിക്ക് ലക്ഷ്യം കാട്ടിയ ശേഷം അവിടുന്ന് സഹായികളുമൊത്ത് അപ്രത്യക്ഷനായി. എന്നിട്ട് എന്ത് ചെയ്തു? നീ വൃന്ദാവനത്തിലേക്ക് ആ ദിശ കാണിച്ചിട്ട്, ആ വൃന്ദാവനം ചൂണ്ടിക്കാണിച്ചിട്ട് നീ ആ ഭാഗത്തേക്ക്, ആ വൃന്ദാവനത്തിലേക്ക് പോ, അവിടെ നിനക്ക് എല്ലാ പരിപൂർണയും നേടാൻ സാധിക്കും. നിന്റെ ജീവിതത്തിലെല്ലാം വിജയം അവിടെ സാധിക്കും. നോക്കൂ, അങ്ങനെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടാവുള്ളൂ.
അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഇവിടെ അദ്ദേഹം സ്വന്തം അനുഭവ കഥയാണ് നമുക്ക് വിവരിച്ചു തരുന്നത്. ഒരിക്കലും നമ്മൾ വൈഷ്ണവ നിന്ദ ചെയ്യാൻ പാടില്ല. മാത്രമല്ല നമ്മൾ എന്താണ് വൈഷ്ണവരെ സേവിക്കുകയാണ്. നമ്മൾ വൈഷ്ണവ സേവയാണ് പറഞ്ഞത്. വൈഷ്ണവ സേവ നമ്മൾ എത്ര ഇങ്ങനെയുള്ള ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയെ സേവിക്കുന്നു അത്രമാത്രം നമുക്ക് ഭക്തിയിൽ ഉന്നതി നേടാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അദ്ദേഹത്തെ വൃന്ദാവനത്തിന്റെ ദിക്ക് കാണിച്ചിട്ട് നീ വൃന്ദാവനത്തിലേക്ക് പോ. എത്രയും പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സ്വന്തം സഹചാരികളെ അപ്രത്യക്ഷനായി നാണ്. ശ്ലോകം 197. മൂർച്ഛിത ഹയ്യ മോയി പണ്ഡിത ഭൂമീത് സ്വപ്നഭംഗ ഹൈലേ ദേഹി ഹനച പ്രഭാതി. വർത്തനം. ഞാൻ ബോധശൂന്യനായി നിലം പതിക്കുകയും അപ്പോൾ എൻ്റെ സ്വപ്നം മുറിയുകയും ചെയ്തു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ പ്രഭാതമായി എന്ന് ഞാൻ കണ്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ അദ്ദേഹം താഴെ ഉരുട്ടിക്കണം. നമുക്കും അറിയാം സ്വപ്നത്തിൽ നമ്മളും ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മളും കട്ടിൽ നിന്നൊക്കെ ഉരുണ്ട് താഴെ വീഴുന്നുണ്ട്. അതുപോലെ അദ്ദേഹവും തൻ്റെ കിടക്കയിൽ നിന്ന് താഴെ വീണു. അങ്ങനെയാണ് അദ്ദേഹം ആ സ്വപ്നം ഭംഗം സംഭവിച്ചത്. അവിടെ വെച്ച് സ്വപ്നം അവസാനിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോൾ നേരം വെളുത്തു. അപ്പൊ നേരം വെളുക്കുന്നവരെ നിത്യാനന്ദ പ്രഭുവിനെ കാണുകയും അങ്ങനെ അദ്ദേഹത്തിന് ഫ്യൂച്ചർ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആധ്യാത്മിക നേട്ടങ്ങളെ പറ്റി വിവരിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദേക്കിനു ശൂന്യനോ കരിയെ വിചാര പ്രഭു ആജ്ഞ ഹൈലേ വൃന്ദാവനയരിമാര. വർത്തനം. ഞാൻ കണ്ടതും കേട്ടതും എന്തായിരുന്നു എന്ന് ആലോചിച്ച് എനിക്ക് ഉടനെ വൃന്ദാവനത്തിലേക്ക് പോകാൻ ഭഗവാൻ ആജ്ഞാപിച്ചതായി തിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഉണർന്ന് പ്രഭാതമായെന്ന് മനസ്സിലായി. അദ്ദേഹം രാത്രിയിൽ കണ്ട സ്വപ്നങ്ങളെ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. എന്തൊക്കെയാണ് ഞാൻ രാത്രി സ്വപ്നത്തിൽ കണ്ടത്? അങ്ങനെ അദ്ദേഹം എന്താണ് ഭഗവാൻ ആജ്ഞാപിച്ചതുപോലെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. 199. സയേഷനെ വൃന്ദാവനെ കരിഗമാന പൂര കൃപാദേശോക്കെ ആയിനോ വൃന്ദാവന. വർത്തനം. ആ നിമിഷം ഞാൻ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ കാര്യം വെച്ചാൽ വളരെ സന്തോഷത്തോടെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കുളിച്ച് വൃത്തിയായി അങ്ങനെ ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. 200. ജയ ജയ നിത്യാനന്ദ നിത്യാനന്ദ രാമ എൻഹാര കൃപാതെ പായന വൃന്ദാവന ധാമ. വർത്തനം. വൃന്ദാവനത്തിൽ എനിക്ക് അഭയം നേടാൻ കഴിഞ്ഞത് ആരുടെ കാരുണ്യത്താലാണ്? ആ നിത്യാനന്ദ ബലരാമന് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു. 201. ജയ ജയ നിത്യാനന്ദ ജയ കൃപാമായ എൻഹമ ഹൈദേ പായേന രൂപസന ആശ്രയ. വർത്തനം. ആരുടെ കാരുണ്യത്താലാണോ ഞാൻ ഈ രൂപന്റെയും സനാതനന്റെയും പാതാരവിന്ദങ്ങളിൽ അഭയം തേടിയത്? കരുണാമയനായ ആ നിത്യാനന്ദ പ്രഭുവിനും എല്ലാ സ്തുതികളും. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയും രൂപ സനാതന ഗോസ്വാമിയരെ അവരെ അഭയം പ്രാപിക്കുകയും ചെയ്തു. നോക്ക് ഭഗവാന്റെ കാരുണ്യം, നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി പോലുള്ള മഹാഭക്തന്മാരെ ഇവർ രണ്ടുപേരും ആരാണ് വൃന്ദാവനത്തിലേക്ക് അയച്ചത്? സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവാണ്. ഇവർ രണ്ടുപേരും വൃന്ദാവനത്തിലേക്ക് അയച്ച് രൂപ സനാതനം. അവര് കൽക്കട്ടയിലുള്ള മുസ്ലിം അതായത് രാജാവിൻ്റെ മന്ത്രിമാരായിരുന്നു. ആഭ്യന്തര മന്ത്രിയും മറ്റ് മന്ത്രിമാരായിട്ടിരുന്നവരാണ് ഇവർ. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട നിമിഷത്തിൽ അവര് അതെല്ലാം ഉപേക്ഷിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാരബന്ധങ്ങളിൽ അഭയം പ്രാപിച്ചു. അവരന്ന് വരെ കൊടുത്തു. 25% മറ്റുള്ള ബന്ധുജനങ്ങൾക്ക് കൊടുത്തു.
അതുപോലെ തന്നെ ഭക്തന്മാർക്കൊക്കെ കൊടുത്ത ശേഷം 25% അവര് എന്താണ് ഉടുത്ത വസ്ത്രവും ഒരു കമ്പിളിയും മാത്രം എടുത്തുകൊണ്ടാണ് അവർ അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയാണ് അവര് ചൈതന്യ മഹാപ്രഭുവിനെ പാതാരമുണ്ടെങ്കിൽ ആശ്രയിച്ചത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് സമ്പന്നത, ഭൗതിക സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന രണ്ട് വ്യക്തികളായിരുന്നു രൂപ സനാതന ഗോസ്വാമി. രൂപ ഗോസ്വാമി മൂത്താളും അദ്ദേഹത്തിന്റെ സഹോദരനാണ് സനാതന ഗോസ്വാമി. ഇവരെല്ലാം ഗോസ്വാമിമാര്. ആ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അതുപോലെ തന്നെ ഗോപാലഭട്ട ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, ഈ 6 ഗോസ്വാമിമാരെന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ അവര് ഭഗവാനെ സേവിച്ച് സേവിച്ച് ജീവിച്ച മരത്തണലുകളിൽ ഉറങ്ങി. വീടുകൾ പോലുമില്ല, കുടില് പോലും ഇല്ലാതെ മരത്തണലിൽ ഉറങ്ങി ഭഗവാന്റെ ശാസ്ത്രങ്ങളൊക്കെ എഴുതി ഭഗവാന്റെ, അതായത് അവർക്ക് പ്രസാദങ്ങൾ കൊടുത്തിരുന്ന രാധാറാണിയാണ്. നോക്ക്, ഈ ഒരു ഭാഗ്യം വേറെ ആർക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള രൂപ സനാതന ഗോസ്വാമിമാരുടെ ആശ്രയത്വം, അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ കൃഷ്ണദാസ ഗോസ്വാമി മഹാരാജിന് കിട്ടി. അദ്ദേഹത്തിന്റെ സ്വന്തം കഥയാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത്, ഭഗവാന്റെ ഗുണകഥകൾ വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് വഴി. അപ്പൊ ഈവൻ നമ്മൾ കപിലമുനിയുടെ കാര്യം തന്നെ, അദ്ദേഹം സ്വന്തം അമ്മ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് വലിയ ആത്മീയ ജ്ഞാനമൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭഗവാനെ സേവിക്കാനുള്ള മാർഗം പറഞ്ഞു തരണം. സ്ത്രീയാണ്, വലിയ ജ്ഞാനമൊന്നുമില്ല, ലളിതമായിട്ട് ഭഗവാനെ സേവിക്കാനും മനസ്സിലാക്കാനുമുള്ള രീതി പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹം, അതായത് നമ്മള് സാഖ്യ ഫിലോസഫി പറഞ്ഞു. അപ്പൊ അതിൽ അദ്ദേഹം ശരിക്കും എന്താണ് ഭക്തി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഭക്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ശേഷം അദ്ദേഹം 23-ാമത്തെ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 10-11 ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? മയി ഗുണകഥ ശ്രവണേനച്ച മയി സർവഗുഹാസയെ മയി സർവ അവിഛിന്നം തഥാ ഗംഗായം അമ്പതവും ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ അസ്തി ഉദാഹൃതം അഹൈതുകി അപ്രഹിത. ഈ ഭക്തി പുരുഷോത്തമൻ. ഈ 2 ശ്ലോകത്തിൽ കൂടി അമ്മയോട് പറഞ്ഞു കൊടുക്കണം, എൻ്റെ ഗുണകഥകൾ ശ്രവിക്കുന്ന മാത്രയിലാണ് നമ്മുടെ എല്ലാം മൈ സർവഗുഹാസെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കൃഷ്ണഭക്തി ഉണ്ട്. പക്ഷെ നമുക്ക് കൃഷ്ണഭക്തി എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്? മൈ ഗുണകഥ ശ്രവണേനച്ച, ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുന്ന മാത്രമാണ് ആ ഭക്തി പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിപ്പം തന്നെ ഇപ്പൊ ഇത്രയും ഭക്തി ഇസ്കോണിൽ ഇത്രയും ആൾക്കാർ വരാനുള്ള കാരണം എന്താണ്? അവിടെ നമ്മൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മളോട് ഭഗവാന്റെ നാമം ചൊല്ലാനും അവിടെ എപ്പോഴും ഭഗവഭാഗവതം ക്ലാസ്സും ഭഗവത്ഗീത ക്ലാസ്സും പൂജയും ഒക്കെയാണ് നടക്കുന്നത്. ഭഗവാന്റെ ഗുണകഥകളും കീർത്തനങ്ങളും അതുപോലെ തന്നെ എന്താണ് സങ്കീർത്തനവും മഹാപ്രസാദവും ഇതൊക്കെയാണ് നടന്നത്. അപ്പൊ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇസ്കോണിലേക്ക് വരുന്നതെല്ലാം വളരെ പെട്ടെന്ന് ഭക്തിയിൽ ഉയരുന്നതിന്റെ കാര്യം എന്താണ്? അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. രാവിലെ നാമജപത്തിൽ തുടങ്ങുന്നു. ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ അതായത് നാമം പോലും ശബ്ദം വിശുദ്ധം വസുദൈവ ശബ്ദിതം. ഭഗവാന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. അപ്പൊ അത് ചൊല്ലിയാൽ തന്നെ ആൾക്കാർ വളരെ പെട്ടെന്ന് അഭിന്ന നാമനാമന ഭഗവാന്റെ നാമമായിട്ട് യാതൊരു വ്യത്യാസമില്ല. പൂർണ്ണശുദ്ധവും നിത്യമുക്തവും. അത് പൂർണ്ണശുദ്ധമാണ്, നിത്യമുക്തമാണ്. അഭിന്ന നാമനാമം, അതാണ് ഭഗവാന്റെ നാമത്തിന്റെ പ്രത്യേകത. അതാണ് തുടക്കത്തിൽ നമ്മൾ നാമജപത്തിൽ തുടങ്ങുന്നു, അവസാനം അത് എന്താണ്? ആനന്ദ നൃത്തത്തിൽ നമ്മളെ കണ്ടെത്തി. അപ്പൊ അതാണ് അന്തർദേശീയ കൃഷ്ണാബോധം, അല്ലെ കൃഷ്ണാബോധത്തിന് പ്രഭുപാദ് അതിന്റെ ഫൗണ്ടറാചാര്യാണ് പ്രഭുപാദ്. അപ്പൊ അദ്ദേഹം നാരദമുനിയുടെ പാഞ്ചരാത്ര വിധി അനുസരിച്ചുള്ള പൂജാ വിധികളാണ് ഭാഗവത വിധി, അർച്ചവിധി, ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. അതൊക്കെ ചെയ്യുന്നത് വഴി അങ്ങനെ ഭഗവാന്റെ ഗുണകഥകൾ സേവിക്കുന്നതും ഭഗവാന്റെ നാമം ചെല്ലുന്ന വഴി ഭഗവത് സേവനം ചെയ്യുന്ന വഴി
ഒക്കെ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഭക്തിയിലേക്ക് മയി സർവഗുഹാസ ദിവസവും ഇത് തന്നെയാണ് നടക്കുന്നത്. മയി സർവ അവിഛിന്ന. അങ്ങനെ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന്റെ ഗുണകഥകൾ കേട്ട് 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 നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ഉണർന്ന് അത് തനിയെ വളർന്ന് ഭഗവാന്റെ പാതാരം എന്തെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് കപിലദേവൻ സ്വന്തം അമ്മയോട് പറഞ്ഞത്. അത് ഏതുപോലെയാണ്, എങ്ങനെയാണോ നദികളിലെ ജലം തനിയെ ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ ഭഗവാന്റെ ഗുണകഥകൾ നമ്മൾ ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തി, അതാണ് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ അതാണ് കൃഷ്ണപ്രേമ ശുദ്ധഭക്തി. അതാണ് കൃഷ്ണഭക്തി ശുദ്ധപ്രേമ കാബൂനയ ശ്രവണാദി ശുദ്ധചിത്ത് കാരണ ഉദയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തി ഉണരാനുള്ള കാരണം ഏതാണ്? ഭഗവാന്റെ ശ്രവണാദി ചിത്ത്. രാവിലെ നമ്മൾ എന്താണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാന്റെ നാമം ചൊല്ലി നമ്മൾ ഭഗവാന്റെ സേവനം തുടങ്ങുന്നു. അതുകൊണ്ട് എന്താണ് ആ സത്സംഗത്തിൽ വരുന്നവരെല്ലാം വളരെ പെട്ടെന്ന് ഭക്തരായി ആനന്ദ സാഗരത്തിൽ അവര് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ സുഷന്തിച്ച രമന്തിച്ച അവരാനന്ദ സാഗരത്തിൽ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ആനന്ദ സാഗരത്തിൽ ആറാടി കഴിയുന്ന അവസ്ഥയാണ് നമുക്ക് സ്കൂളിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ തുടക്കം ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൃഷ്ണദാസ മഹാരാജനും മഹാപ്രഭു, അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് വൃന്ദാവനത്തിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ രൂപ സനാതന ഗോസ്വാമിയുടെ മഹാഭക്തന്മാരുടെ പാതാരബന്ധങ്ങൾ ആശ്രയത്വം സാധിക്കാനൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഞാനിവിടെ സമ്മതിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു 202 വരെ അല്ലേ? ഇനി 202 എടുക്കണ്ട. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹരി. സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു. ജോയിന്റ് അപ്പ് ചെയ്തു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ചില ഗുരുദേവത്ത് പ്രഭുവാദ കൃഷ്ണ ചൈതന്യ ചരിതാമൃതത്തിലെ ഹരിബോൾ. പഞ്ചകൽപതരൂപേശ കൃപാ സിന്ധുഭ്യോ ഗോപാൽദാന ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. 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 താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാംസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.